ദാനിയേൽ 6. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി 12 ദേശാധിപന്മാരെ നിയമിക്കാൻ ദാരിയൂസ് രാജാവ് തീരുമാനിച്ചു. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. ദേശാധിപന്മാരെ എല്ലാവരും കൂടി ദാനിയേലിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ പഴുതു നോക്കി. ഈ തലവന്മാരും ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ദാരിയൂസ് രാജാവ് നീണാൽ വാഴട്ടെ. എല്ലാ തലവന്മാരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവെ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുന്നവനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു കളയുമെന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. ദാരിയൂസ് രാജാവ് നിരോധനാജ്ഞയിൽ മുദ്രവെച്ചു. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ട് നാടുവാഴികൾ വിവരം രാജാവിനെ അറിയിച്ചു. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ.